ഹലോ. അങ്ങനെ റൈഫിൾ ക്ലബ് കണ്ടിരിക്കുകയാണ്. അപ്പം ആഷിഖ് കപൂർ ഡയറക്ഷൻ ആൻഡ് DOP ചെയ്ത് പുള്ളി നിർമ്മാണവും ചെയ്ത് പ്രൊഡ്യൂസറാണ് ഇറങ്ങിയ റൈഫിൾ ക്ലബ് ഒരു കീടിലം പൊളി കിടുക്കാച്ചി പടം. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരുത്തനെ ചവിട്ടി പെട്ടിയിലിട്ട് കൊല്ലും. അത് ചോദിക്കാൻ ഒരുത്തൻ വരും, അവനെ പള്ള തുളച്ച് തീർക്കും. അത് രണ്ടും ചോദിക്കാൻ ഒരുത്തൻ വരുന്നതിനെ മൊത്തത്തിൽ തുളച്ച് വലയാക്കി കൊല്ലും. ഇത്രേ ഉള്ളു പടം. ഇതിന്റെ ആ ബിൽഡപ്പ് ഉണ്ടല്ലോ, ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതി, അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. ആഷിഖ് അബു യു മാൻ, എന്തൊരു മനുഷ്യനാണോ താൻ, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി വർക്ക്, കിടിലം കുറെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ക മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ചാണ്. അപ്പൊ ഇത് ഫാമിലിയൊക്കെ ഒരുപാട് പേര് കയറുമെന്നുള്ളത് ഒരു ഡൗട്ടാണ്. എല്ലാ ഫാമിലീസ് കയറാൻ ചാൻസ് കുറവാണ്. ഇത് മെയിൻ ആയിട്ട് ഒരു യൂത്ത് ജനറേഷന് പറ്റിയ പടമാണ്. വൈബ് അടിച്ച് ചില്ലടിച്ച് നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജോയ് ഒക്കെ ചെയ്ത് കിട്ടില്ല. നല്ല ആക്ഷൻ വയലൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ കിടിലം പടമാണ്. ഇത് ആകെ 2 മണിക്കൂറിനകത്തേ ഉള്ളൂ പടം. ഇത്രയും ചെറിയൊരു പ്ലോട്ട് അത്രയും സമയത്തിനകത്ത് കാണിച്ചിരിക്കണം. അത് ഡയറക്ടർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും നമ്മളെ ബോറടിപ്പിക്കത്തില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ പടം സ്ലോ മൂഡിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ബിൽഡപ്പാണ്. അത് അങ്ങനെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടക്കേന്നൊരു പോക്കാണ്. ആകെ നമുക്ക് പെട്ടെന്ന് പടം തീരും. ഒറ്റ പോക്കാണ്. തീരുന്നവരെ നമ്മൾ സ്ക്രീനിൽ കണ്ണെടുക്കത്തില്ല. കുറെ മാസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടിലം പരിപാടിയാണ്. ഇതിൽ അടിയില്ല ഇടിയില്ല, ഓൺലി വെടി ആൻഡ് പോക. പിന്നെ ഇതിലെ മ്യൂസിക് അടിപൊളിയായിരുന്നു. റെക്സ് വിജയൻ പൊളിച്ചടിക്ക് താളിച്ച് വെച്ചിട്ടുണ്ട്. കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആയിരുന്നു, ഒരു രക്ഷയല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോ ആ സ്ക്രീനിന്റെ ഒക്കെ നമ്മളെ കാണുന്ന ഓരോ സീനിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ഇമ്പാക്ട് അത് പൊള്ളിയായിരുന്നു. അമ്മാതിരി ലെവല് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പിന്നെ നമ്മുടെ ഹൈമാൻ കൈൻഡ് ഒക്കെ അഭിനയിച്ചിരിക്കുന്ന പടം, പുള്ളിയൊക്കെ ഉണ്ടല്ലോ, സ്ക്രീൻ സ്പേസ് ഒക്കെ അന്യായിരുന്നു. നമ്മൾ ആ ട്രെയിലറിലൊക്കെ കണ്ടാണ് ഇങ്ങനെ കിടിലം. പുള്ളി ഇങ്ങനെ വെറുതെ വന്ന് നിന്നാ മതി, ഒരു പക്ക ഒരു വില്ലനിസം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പുള്ളീനെയൊക്കെ ഒന്ന് സൈഡാക്കി ഒതുക്കി കളഞ്ഞു പെട്ടെന്ന്. വലിയ ഒരുപാട് റോളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നല്ലൊരു മാസ് കാണിക്കും. ആ മാസ് കാണിച്ചങ്ങോട്ട് തീരുമ്പോ പുള്ളീനെ അവരെല്ലാം കൂടെ ചേർന്ന് പട്ടിയാക്കി കളയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് കണ്ടു നോക്കണം. വലിയ റോളൊന്നും കൊടുത്തില്ല, പെട്ടെന്ന് ഒതുക്കി കളഞ്ഞു. അതൊരു ഇതായി പോയി. എന്നാലും കുഴപ്പമില്ല, പടത്തിന്റെ കഥയ്ക്കനുസരിച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. ഓവറോൾ ഒരു കിഡിലം മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ചുള്ള ഒരു പൊള്ളി കിഡിലം. എനിക്കിത് പക്ക, ഞാൻ ട്രെയിലർ കണ്ട് എന്താണോ പ്രതീക്ഷ അതെനിക്ക് കിട്ടി. ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം. അപ്പൊ നിങ്ങൾ കണ്ടുപോകുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. പോയി കണ്ടു നോക്കണേ, മസ്റ്റ് വാച്ചാണ്. കിഡിലം കിഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. റൈഫിൾ ക്ലബ്.